ഐശ്വര്യയുടെ യഥാർത്ഥ ഉദ്ദേശം അർജുനുമായിട്ടുള്ള സ്നേഹവും അല്ലെങ്കിൽ ഒരു വലിയ കുടുംബത്തിൽ ജീവിക്കണം എന്നുള്ളതൊന്നും അല്ല. എയർലൈൻസ് കമ്പനിയാണ്. എയർലൈൻസ് കമ്പനി കോടികൾ മുടക്കിയുള്ള ഈ സ്ഥാപനം അടിച്ചു മാറ്റുക. അല്ലാതെ അർജുനെ കെട്ടാനോ അല്ലെങ്കിൽ അവന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനോ അതിനൊന്നും ഞാനില്ല, അതൊക്കെ അൻസൂയ തന്നെ നോക്കിക്കോളൂ എന്നാണ് നമ്മുടെ ഐശ്വര്യ പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡാണ് ഐശ്വര്യയുടെ കറക്റ്റ് എയിം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മൾ പണ്ടൊക്കെ ഈ ചന്ദനമഴ സീരിയലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ചന്ദനമഴ സീരിയലിൽ ഒരു വർഷയുടെ മായാവതിയുടെ ഒരു സാധനം തന്നെയാണ് ഇതിനകത്ത് ഐശ്വര്യ. പക്ഷെ അവർക്ക് സ്നേഹവും വേണം, എന്നാൽ വീടിന്റെ സ്വത്തും വേണം. ആ ഒരു ടൈപ്പാണ് ഇത്. അങ്ങനെയല്ല, ഇത് സ്നേഹമൊന്നുമില്ല, ഇത് കംപ്ലീറ്റ് സ്വത്ത് ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പൊ അർജുൻ്റെ അടുത്ത് വരെ കാണിക്കുന്ന സാധനം ഫേക്ക് ആണെന്ന് മനസ്സിലായി. ഇത് ഓരോ ദിവസം കഴിയും തോറും ചെമ്പരത്തി ഭയങ്കര ത്രില്ലിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കഥ എനിക്ക് അനങ്ങാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കുറേ കാര്യങ്ങൾ ഇപ്പൊ തന്നെ നമുക്കറിയാം, കുറേ കാര്യം ഇതിനകത്ത് കുറെ മിസ്റ്ററി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് സോൾവ് ആകാനായിട്ടാണ് ഇപ്പൊ പോകുന്ന ലെവലിന് തന്നെ. ഇപ്പൊ നിലവിലുള്ള പ്രശ്നം തന്നെ 200 വരെ സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഈ കേസ് ഇതിന്റെ നിരപരാധിത്വങ്ങൾ ഇനി ഇതൊക്കെ ആരുടെ തലയിൽ പോകും. ഇപ്പൊ സൂസൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ സൂസാൻ മിക്കവാറും അടിച്ച് ചമരി കയറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. നരി അടിച്ച് കൊല്ലും. നരിയുടെ 1-2 ക്രിഞ്ച് ഡയലോഗിന്റെ പൊന്നി ആയുസിന്റെ ബലം കൊണ്ട് ഞാൻ അതെല്ലാം കേട്ടിരുന്നു എൻ്റെ പൊന്നു മക്കളെ. കാരണം നരിയെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹിയും കല്യാണിയായിട്ടുള്ള സീക്വൻസ് നല്ല രീതിയിൽ കുറയുന്നുണ്ട്. അത് പിന്നീട് അങ്ങോട്ട് ഷോയെ അഫക്റ്റ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ജയിലിലെ സീൻസ് ഒക്കെ ഇതൊക്കെ ലോജിക്കലി ഇതൊക്കെ വർക്കാവുന്ന സാധനമാണോ എന്ന് എനിക്ക് തോന്നിപ്പോയേ. പിന്നെ മണിമാലയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം പണ്ടത്തെ കാര്യമാണല്ലോ പറഞ്ഞത്. പിന്നെ ഈ ഭദ്രന്റെയും അതുപോലെ തന്നെ നമ്മുടെ രമാദേവിയുടെയും കുറച്ച് ടോക്ക് ഉണ്ട്. അതായത് മണിമാലയുടെ കേസ്, അല്ലെങ്കിൽ ഇവരിനി എന്താണ് ഇവരുടെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്നുള്ളതിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. പക്ഷെ രമാദേവിക്ക് അതൊക്കെ മേലെ വേറെ പ്ലാനുകളാണ് ഇരിക്കുന്നത്. മൊത്തത്തിൽ ചെമ്പരത്തി ഇന്നത്തിൽ ഡള്ളായിരുന്നു. പെട്ടെന്ന് എപ്പിസോഡ് തീർന്ന പോലെ എനിക്ക് തോന്നിപ്പോയി. പക്ഷേ കുറേ കാര്യങ്ങൾ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകളായിക്കോട്ടെ കുറേ സാധനങ്ങൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പ്രതീക്ഷിക്കുന്ന കുറച്ച് സാധനം എന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണിമാല, ഒറിജിനൽ മണിമാല എങ്ങനെയെങ്കിലും ഐശ്വര്യലക്ഷ്മി അടിച്ച് മാറ്റണം. എന്നിട്ട് ഇത് രമാദേവിയുടെ കൊടുക്കണം. അവിടെ ഡ്യൂപ്ലിക്കേറ്റ് വെച്ചിട്ട് ചിന്നു ഈ ഒറിജിനൽ എടുക്കണം. ഇതൊക്കെ നല്ല രസമായിരിക്കും നമുക്ക് കാണാനായിട്ട്. നമ്മുടെ ഹിന്ദി സീരിയലിലൊക്കെ അങ്ങനെയാണ് സാധാ പോകുന്നത്. ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും ഡൂപ്പ് വയ്ക്കുക. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒറിജിനൽ വെർഷനിൽ ചാമന്തി തെലുങ്കല്ലേ, തെലുങ്ക് കന്നഡയാണ്. അപ്പൊ അതിനകത്തും ഈ സാധനം ഉണ്ട്, ഈ സെയിം സാധനം ഉണ്ട്. നമ്മുടെ ഐശ്വര്യലക്ഷ്മി മാല കൊണ്ട് കൊടുക്കുന്ന ഒറിജിനലാണ്. അതിനെ എന്തോ പിന്നെ അവിടെ മാറ്റുന്നുണ്ട് നമ്മുടെ കല്യാണി, അങ്ങനെ എന്തൊക്കെയോ ആണ്. അപ്പൊ അതേപോലത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാണാൻ ത്രില്ലിംഗ് ആയിരിക്കണം. ഒറിജിനൽ ഡൂപ്പ് കൂടെ മാറുന്നത്, ഒറിജിനൽ കിട്ടി രമാദേവി ഒന്ന് പച്ച പിടിച്ച് വരുമ്പോഴത്തേക്ക് ഇവൾ അടിച്ച് വീണ്ടും എടുത്ത് മാറ്റുന്നതും ഒക്കെ നല്ല രസമായിട്ടുള്ള ത്രില്ലിംഗ് മൊമെന്റ്സ് ആണ്. അപ്പൊ അതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ചെമ്പരത്തി 2 എപ്പിസോഡ് 127 ഏപ്രിൽ 7-ാം തീയതിന്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഞാൻ അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയൽ റിവ്യൂസിനും അപ്ഡേറ്റ്സിനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ മറക്കാതെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജൊക്കെ ഫോളോ ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ടിങ് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഒരു മഞ്ഞ മയമാണ്. മൊത്തം പ്രമോഷൻ, ഒരു എണ്ണയുടെ പ്രമോഷനാണ്. അത് എണ്ണയുടെ കളർ മഞ്ഞ, സൺഫ്ലവറിൻ്റെ അത് മഞ്ഞ, പിന്നെ പഴംപൊരി മഞ്ഞ, മൊത്തത്തിൽ മഞ്ഞ മയത്തിലുള്ള ഒരു പ്രമോഷനാണ് ഫസ്റ്റ് തുടക്കത്തിൽ കാണിക്കുന്നത്. ഫസ്റ്റ് സീൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ദെൻ നരേന്ദ്രൻ സൂസനെ കണ്ടിട്ട് അവിടെ ഉള്ള കുറെ ഭീഷണിയാണോ നടക്കുന്നത്, അതോ നരേന്ദ്രൻ, ഞാൻ എന്നെ സ്വന്തമായിട്ട് വിളിക്കുന്നത് നരി എന്നാണ് കേട്ടോ. പിന്നെ എൻ്റെ വണ്ടിയുടെ നമ്പർ നോക്കിയേ, അതായത് LK, അതായത് ലൈസൻസ് ചുക്കില്ല. അപ്പൊ ഞാൻ ഭയങ്കര ക്രിഞ്ചോട് ക്രിഞ്ച് ആ സാധനം. ഇത് അവസാനം സൂസൻ വിളിച്ച് പറയുന്നുണ്ട് എന്ത് മഹീയുടെ അടുത്ത്, അയാളെ എന്നെ ഭീഷണിപ്പെടുത്താനാണോ വന്നത് അതോ എന്താ അയാളെ പൊക്കി പറയാനാണോ വന്നതെന്ന് വിളിച്ച് ചോദിക്കുന്ന ലെവലിൽ ക്രിഞ്ചാക്കുന്നുണ്ട് അത്. അതിനുശേഷമാണ് ഐശ്വര്യ ഒറ്റയ്ക്ക് എന്ന് പറയുന്നത് എന്താ, വിമാന കമ്പനി അടിച്ച് മാറ്റാനാണ് ഐശ്വര്യയുടെ പദ്ധതി. അല്ലാതെ ഇവനെ കെട്ടാനോ അർജുൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ഇരിക്കാനോ അവൻ്റെ പിള്ളേരെ പെറ്റി കിടക്കാനോ അല്ലെങ്കിൽ ഇത് ഭരിക്കാനോ ഒന്നുമല്ല. പക്ഷേ മണിമാല എന്താണ്, മണിമാല ആർക്ക് കൊടുക്കും എന്നാണ് പറയുന്നത്, രമാദേവിക്ക് കൊടുക്കുന്നതാണ് പറയുന്നത്. ഈ മരമണ്ടി ബുദ്ധൂസിന് സാമാന്യം ചിന്തിക്കാനുള്ള ബോധമില്ല. എന്ത് ഇത്രയും കോടികളുടെ അധിപയായിട്ടുള്ള ഈ രമാദേവി എന്തിനാണ് ഈ മണിമാല തിരക്കി നടക്കുന്നത്? രമാദേവി എന്തിനാണ് മണിമാല തിരക്കി കിടക്കുന്നത്? ആ മണിമാല വെച്ച് കഴിഞ്ഞാൽ അത്രയും
ഒരു പവർ കിട്ടും എന്നുള്ള കാര്യം രമാദേവിക്ക് അറിയാം. അപ്പൊ ഇത്രയും ഈ ഐശ്വര്യലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചിന്തിക്കാനൊരു ബോധം കൊടുത്തിട്ടില്ല. കാരണം ഇത്രയും കോടികളുടെ സ്വത്തുള്ള ആൾ ഈ നിസാർ ഈ മാലയുടെ പറക്കം നടക്കുന്നതിനാണ്. അപ്പൊ ഇതിന്റെ പേരിൽ എന്തോ ഒരു വലിയ സംഭവമുണ്ട്. ഈ മാലയെ വെച്ചുകൊണ്ട് ഈ മാല ഞാൻ നിങ്ങൾക്ക് കൊടുത്തരായിരിക്കും ഒരു 100 കോടി 500 കോടിയോ ഒക്കെ അങ്ങ് എറിഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ ലൈഫ് സെറ്റില്ല. ഇവർക്ക് ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരു പാടുമില്ല. കല്യാണക്ക് ഒരു അടിത്ത് ഏറ്റവും മാറ്റാ കൊടുത്ത മാലയും പറിച്ചെടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ ഇവളുടെ കാര്യം നടന്നേനെ. മണ്ടി പിന്നെ സീരിയലാണല്ലോ as usual predictable ഇങ്ങനെയല്ലേ പോവത്തുള്ളൂ. അപ്പൊ അർജുൻ്റെ അടുത്ത് ഇഷ്ടമൊന്നും ഇല്ല കേട്ടാ, വെറുതെയാണ് ഈ കാണിക്കുന്ന കോപ്രായം മാത്രമേ ഉള്ളൂ. പിന്നീട് സൂസൻ ഇവനെ വിളിച്ച് പറയുന്നുണ്ട്, അടുത്ത് മഹീയുടെ അടുത്ത് വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ഐശ്വര്യം ചിന്നുകൂടായിട്ടുള്ള സംസാരം. മണിമാല എനിക്ക് നാഗബന്ധനമൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ നീ എന്ത് ചെയ്യേണ്ട ചിന്നു, നീ തരണ്ടായിരിക്കും, പക്ഷെ നീ എനിക്ക് നാഗബന്ധനം മാത്രം പറഞ്ഞു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞത്. അപ്പം മരണം ഇരന്ന് വാങ്ങരുത്, നാഗബന്ധനം തെറ്റിക്കഴിഞ്ഞാൽ മരണം പിന്നാലെ വരും, അത് പറഞ്ഞു തരുന്ന എനിക്കും വരും നിനക്കും വരും എന്നൊക്കെ കറക്റ്റ് ചിന്നു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൊള്ളാം. ഇനിയും ഈ മണിമാലയുടെ സീക്രട്സ് കൂടുതലായിട്ട് വരട്ടെ. മണിമാല എങ്ങനെ ഉത്ഭവിച്ചു, അല്ലെങ്കിൽ മണിമാല എന്താണ്, അത് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് പൂർണ്ണമായിട്ട് വരുമ്പോൾ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ആ ARM ബീജിയം ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെയുള്ള ആ ബീജമൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും ഒരു ബീജമുണ്ട്, അതൊക്കെ ഇട്ടിരുമ്പോൾ നല്ല രസമാണ് ആ മണിമാലയുടെ കഥ കാണാനായിട്ട്. പിന്നീട് ഐശ്വര്യയും അർജുനും കൂടെ എന്തോ ഒരു ഷോപ്പിംഗ്. ഇന്നലത്തെ നമ്മുടെ കള്ള് കുടിച്ച് വന്നപ്പോൾ ഒരു പവറൊക്കെ ഉണ്ടാകുന്നപ്പോൾ ഇനി അതുപോലെ കിഴങ്ങനല്ലാതെ നിൽക്കണമെന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട്. തന്നെ നോർമലായിട്ട് ധൈര്യം വേണമെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കുത്തിക്കയറ്റി കൊടുക്കുന്നുണ്ട്. അടുത്ത് ഭദ്രനും രമാദേവി. എൻ്റെ ഫേവറേറ്റ് ആണ് ഈ സീരിയലിലെ ഭദ്രൻ. കാരണം കുഞ്ഞോളെ ഈ ആ വിളിയിൽ തന്നെ ഉണ്ട് എല്ലാം. ആണ് ചെറുക്ക കുഞ്ഞോളെ ഇവളെ എവിടെ നിന്ന് പറഞ്ഞോടി എൻ്റെ അനസൂയ മോളെ ഞാൻ എങ്ങനെ സഹിക്കും കുഞ്ഞോളെ. എൻ്റെ പൊന്നെ ഭദ്രൻ്റെ ഞാൻ കുറച്ച് ഭദ്രൻ്റെ കോമഡി നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അയാളുടെ ആക്ടിങ്ങും വേറെ ലെവലാണ്. ആ ഭദ്രൻ എന്ന് പറയുന്ന ആളുടെ ആക്ടിങ്, ഞാൻ പറഞ്ഞില്ല ആ ഒരു വേ ഓഫ് ടോക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. അപ്പം ഐശ്വര്യയുടെ സീക്രട്ട്, ഐശ്വര്യ ഇതുപോലെ നാഗബന്ധനത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അപ്പം നമുക്കത് എടുത്ത് തരുമെന്നൊക്കെ ഈ രമാദേവി പറയുന്നുണ്ട്. അപ്പം എടുത്ത് തന്നു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഉദ്ദേശം എന്താണ്? അപ്പം ഇവളൊക്കെ അവസാനം ഈ സീക്രട്ടൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരുമോ ഈ മാല, ഇവളെല്ലാം അറിഞ്ഞിട്ടെന്നൊക്കെ ഈ ഭദ്രൻ ചോദിക്കുന്നുണ്ട്. തന്നില്ലെങ്കിൽ നമ്മളെ കൊന്ന് തള്ളും എന്ന് നിസ്സാരമായിട്ട് ആര് പറയുന്നുണ്ട്? ഈ പറയുന്ന രമാദേവി പറയുന്നുമുണ്ട്. അടുത്ത് എൻ്റെ പൊന്നെ ലോജിക്കില്ലാതെ ശിവദാസന് വിഷം കൊടുക്കാനുള്ള, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എപ്പിസോഡിൽ, ശിവദാസന് വിഷം കൊടുക്കാൻ വേണ്ടി ജയിൽ പുള്ളികൾക്ക് പോലീസ് വിഷം കൈമാറുന്നു. ഡീല് വിത്ത് ആരടുത്ത്? രമാദേവി ലക്ഷങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഗുണ്ടകൾക്കും പോലീസിനും ഒക്കെ. അതൊന്നും നടക്കാത്ത കാര്യമാണ്. ഇതൊക്കെ നമുക്കറിയാം. ശിവദാസൻ സത്യം പറഞ്ഞാൽ ഈ കഥയിൽ ശിവദാസൻ മരിക്കണം. ഞാൻ ആഗ്രഹിക്കുന്ന ശിവദാസൻ മരിക്കണം എന്നാണ്. കാരണം മരിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു തീവ്രത വരും കഥയ്ക്ക്. മീൻസ് ശിവദാസൻ അറ്റേ പോയിന്റിൽ നരി കൊല്ലുമ്പോഴത്തേക്കും കല്യാണിയുടെ ഒരു ഡിഫറെന്റ് അപ്പിയറൻസ് ആയിരിക്കും. പിന്നെ ഭയങ്കര ചേഞ്ച് ആവും കഥ, നല്ല പിന്നെ ഒരു പകയും കൂടെ ആവും. ഇത്രയും നാൾ ഇവർക്ക് ഇതിനകത്ത് പക വന്നിട്ടില്ല. അപ്പോൾ ഒരാളെ കൊല്ലുമ്പം, ഇവരുടെ ഫാമിലിയിലെ ഒരാളെ കൊല്ലുമ്പോഴത്തേക്കും അത് വരും. പേഴ്സണലി നമുക്ക് വിഷമമാക്കും, പക്ഷെ കഥയുടെ തീവ്രത കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇന്നലെ സത്യം പറഞ്ഞ എപ്പിസോഡിലൊന്നുമില്ല, എപ്പിസോഡിൽ ഇത്രയും സാധനം തന്നെ ഉള്ളൂ. ഇന്നലത്തെ ജയിൽ സീക്വൻസിനകത്ത് 2 പേര് കയറുന്നതിന്റെ ബാക്കിയൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഇന്ന് വന്ന പ്രൊമോയിൽ കല്യാണിയെ വീണ്ടും പിടിച്ച് തള്ളുന്നതൊക്കെ കാണിക്കുന്നുണ്ട്, അത് വന്നിട്ടില്ല. നേഹ സീക്രട്ട് പറയാനായിട്ട് വരുന്നുണ്ട്, രമാദേവിയുടെ അടുത്ത് സീക്രട്ട് പറയാനായിട്ട് വരുന്നത് എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. അതും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്, രമാദേവി ഇങ്ങനെ പേപ്പറൊക്കെ മറച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നാളെ എന്താവും എന്നുള്ളത് കണ്ടറിയാം. എന്തായാലും സൂസനെ കൊല്ലും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സൂസന്റെ കാര്യം ഏതാണ്ട് തീരുമാനത്തിലായി. നേഹ വന്നിനി എന്താണോ പറയാൻ പോകുന്നതെന്നൊരു പിടിയുമില്ല. നേഹ വന്നുള്ള സത്യങ്ങളെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നരി കുറേ സാധനങ്ങൾ ഈ രമാദേവിയുടെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി രമാദേവി അതിനെങ്ങനെ പ്രതികരിക്കും, നരി കൂടെ ഒന്ന് ചതിക്കോ തേക്കോ എന്നൊക്കെയുള്ള കാര്യം മനസ്സിലാവണില്ല. കുറേ മിസ്റ്ററി ഉണ്ടല്ലേ ഇതിനകത്ത്. ആക്ച്വലി ഒരു 100 മിസ്റ്ററി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഡെയിലി ഒരെണ്ണം റിവീൽ ആക്കാമല്ലോ. ഒരു കാര്യം നൈസായിട്ട് ഓരോന്നോരോന്നാണ്. നമുക്ക് എപ്പിസോഡ് കാണുമ്പോൾ ഇതിനകത്ത് കോണ്ടന്റ് അല്ലെങ്കിൽ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു സാധനം വേണമല്ലോ. ഈ കണ്ടന്റിന് നമുക്കൊന്നും കിട്ടുന്നില്ല ഷോയിൽ നിന്ന്. മനസ്സിലായില്ലേ? കഥ ഇങ്ങനെ എങ്ങാണ്ടൊക്കെയോ പോകുന്നു, അങ്ങും എത്തുന്നില്ല ഇങ്ങും എത്തുന്നില്ല. ഇത് ഇപ്പം ഇതിനകത്തൊരു സീക്രട്ടൊന്നും അല്ല ഈ സ്റ്റോറിക്കകത്തുള്ളത്. ഇതിനകത്ത് ഇഷ്ടംപോലെ സീക്രട്ടാണ് വരുന്നത്. അവിടെ ഒന്ന് കിടക്കട്ടെ, ഇവിടെ ഒന്ന് കിടക്കട്ടെ, ഇവിടെ ഒന്ന് ഇങ്ങനെ വാരി ഇടുന്നുണ്ട്. ഇതൊന്നും പോലും ക്ലിയർ ആക്കുന്നില്ല. അപ്പൊ എനിക്ക് അതിലാണ് ഒരു ദേഷ്യം വരുന്നത്. അതൊന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം നോക്ക് അടുത്ത് വെയിറ്റിംഗ് തന്നെയാണ്. ഇപ്പോഴും സ്റ്റിൽ വെയിറ്റിംഗ് തന്നെയാണ്. ആ ലാസ്റ്റ് പുഷ്പയിലെ BGM ഒക്കെ ഒന്ന് മോഡിഫൈ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നല്ല രസം, വെരിത്തനം ആട്ടമാണ്. ഇതിനകത്ത് ഓരോരുത്തരുടെയും ആക്ടിങ് എടുത്ത് പറയേണ്ട ഒരു സാധനം തന്നെയാണ്. നമ്മുടെ റനീഷയൊക്കെ അങ്ങ് നെഗറ്റീവിന്റെ അതിന്റെ പൊന്നെ അങ്ങ് തീർക്കുവാണ്. ഇവിടെ കിടന്ന് അഭിനയിച്ചങ്ങണെന്ന് ചാകുവാണ്. അതുപോലെ തന്നെ രമാദേവി ആ നോട്ടം മതി, ആ കണ്ണ് മതിയല്ലോ. നമ്മുടെ ചന്ദനമഴയുടെ ഊർമിളയുടെ കണ്ണിനെ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, വേറെ ലെവൽ. പക്ഷെ മഹി ചിന്നു സീക്വൻസ് ഭയങ്കര കുറവാണ്. ഇന്ന് അവരുടെ ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നേ ഉള്ളൂ, സൂസൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഒന്ന് കൂട്ടി വന്നിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ. നമുക്ക് കണ്ടു തന്നെ അറിയാം
ഐശ്വര്യലക്ഷ്മിയെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയും തിരിച്ച് ഫൈറ്റോട് വരുന്ന സംഭവങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ കാത്തിരിക്കുവാണ്. പിന്നെ നിങ്ങളുടെ എനിക്ക് എല്ലായിടത്തും ചോദിക്കാനുള്ള ഒരു കാര്യം, രമാദേവിയുടെ സൗണ്ട് മാറിയില്ലേ ഇടയ്ക്ക് വെച്ച്? പഴയ സൗണ്ട് ആയിരുന്നു രമാദേവിക്ക് ഭയങ്കര മാച്ച്. എനിക്ക് സൗണ്ട് മാറിയ പോലെ തോന്നുന്നു. ഇപ്പോഴത്തെ സൗണ്ട് കുറച്ച് ഒന്ന് ഗാംഭീര്യം വന്നൊരു 10-60 വയസ്സായ ഒരു സൗണ്ട് ആണ്. നേരത്തെ സൗണ്ട് ആണെങ്കിൽ പക്ക നമ്മുടെ ചന്ദനമടയിലൊക്കെ നമ്മളെ ഈ രൂപശ്രീ മാമിന് ചേരുന്ന ഒരു സൗണ്ട് ഉണ്ട്, ഒരു ഡബിങ് എന്താ പറയാ ഒരു സാധനമുണ്ട്. അത് മാറിയപ്പോൾ എനിക്ക് ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്തു. ഇപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. എന്നാലും ആ പഴയ ഡബിങ് ആർട്ടിസ്റ്റ് വന്ന് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു. എൻ്റെ തോന്നലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സൗണ്ട് ചേഞ്ച് ആകുമല്ലോ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിന് അപ്പം എപ്പിസോഡ് റിവ്യൂ എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇനി ചെമ്പരത്തിയിലെ ആൾക്കാർ ഡെയിലി ഞാൻ പ്രതീക്ഷിക്കാത്ത ഓരോ ആൾക്കാർ വന്ന് അതിനകത്ത് അഭിനയിക്കുന്ന ആൾക്കാരൊന്നും പിന്നെ ചെമ്പരത്തിയിൽ എഴുതുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാം കാണുന്നുണ്ട്. എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല, കാരണം റിപ്ലൈ എന്തോ യൂട്യൂബ് എന്തോ കംപ്ലൈൻ്റ് ആണ്, നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സന്തോഷം, ഇതൊക്കെ എനിക്ക് ഭയങ്കര ആദ്യത്തെ അനുഭവങ്ങളാണ്. അപ്പോൾ ഞാൻ ഇനിയും ഇതുപോലെ റിവ്യൂസ് തുടരും. ആരെയും പൊക്കാതെ ആരെയും തക്കാതെ എൻ്റെ പണി തുടരും. താങ്ക് യു സോ മച്ച്. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ.